എല്ലാവർക്കും നമസ്കാരം. മിസ്റ്ററി സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെയും റീലിലൂടെയും പ്രചരിച്ച് സോഷ്യൽ മീഡിയ മുഴുവൻ ഏറ്റെടുത്ത ഒരു പുസ്തകത്തെ പറ്റിയാണ്. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. നിംനാംജിയാണ് ഇതിന്റെ രചയിതാവ്. വലിയ അസാധാരണത്വമോ സങ്കീർണതയോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ കഥ. അതിഥി എന്ന പെൺകുട്ടിയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം. അതിഥിയുടെ സ്വയം തിരിച്ചറിവിന്റെ പ്രയാണമാണ് ഈ കഥ എന്ന് നമുക്ക് പറയാം. അതിഥിയുടെ അച്ഛൻ, അമ്മ, അനിയൻ അപ്പു എന്നിവരടങ്ങിയ ഒരു 4-അംഗ കുടുംബം. 22 വയസ്സുള്ള അതിഥി മുൻപ് ഡൽഹിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കൂടുതൽ മെച്ചപ്പെട്ട ജോലിക്കായി അവൾ ബാംഗ്ലൂരിലെത്തുന്നു. അച്ഛന്റെ അകന്ന ബന്ധുവായ ദാസങ്കളിന്റെയും ആന്റിയുടെയും അവരുടെ മകൾ ശാലുവിന്റെയും കൂടെ കുറച്ചു സമയം ചെലവഴിച്ചുവെങ്കിലും ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി, സ്വന്തം സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവൾ ഒരു ഹോസ്റ്റലിൽ താമസമാക്കുന്നു. ഹോസ്റ്റലിലെ അവളുടെ റൂംമേറ്റായ സാക്ഷിയും മറ്റ് അന്തേവാസികളായ ദേവിക, അശ്വിനി, ശരണ്യ തുടങ്ങിയവരും വളരെ പതുക്കെ അവളുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നു. ഓഫീസിലെ അവളുടെ സുഹൃത്തായ ആദി എന്ന് വിളിക്കുന്ന ആദിത്യനും അവൾക്ക് പ്രിയപ്പെട്ടതാകുന്നു. ദിവസവും ഡയറി എഴുതുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അതിഥിക്ക്. അവൾ എഴുതുന്ന ഡയറി കുറിപ്പുകൾക്ക് കത്തിന്റെ രൂപമായിരുന്നു, ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ പോലെ. അവളുടെ കുറിപ്പുകൾ, ആ കുറിപ്പുകളിലൂടെ നമുക്ക് അവളുടെ മനസ്സ് കാണാം. അവളുടെ മനസ്സ് തുറക്കാനുള്ള ഒരേ ഒരു ഉപാധിയായിരുന്നു ആ ഡയറി കുറിപ്പുകൾ എന്ന് പറയാം. പ്രിയപ്പെട്ട മഹാദേവ് എന്ന് സംബോധന ചെയ്തുകൊണ്ട് കത്തിന്റെ രൂപത്തിൽ എഴുതുന്ന ആ കുറിപ്പുകൾ. രസം എന്താണെന്ന് വെച്ചാൽ, മഹാദേവ് എന്നൊരാളില്ല. ഇതുവരെ ജനിച്ചിട്ട് പോലും ഇല്ലാത്തയാൾ, തന്റെ മനസ്സിന് പ്രിയപ്പെട്ട ഒരാൾ, തന്നെ മനസ്സിലാക്കുന്ന ഒരാൾ, എന്നെങ്കിലും വന്നു ചേരുമെന്ന പ്രതീക്ഷയാവാം അതിഥിയെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. ബാംഗ്ലൂരിലെ ഒരു ചായക്കടയിൽ വെച്ച് സന്തത സഹചാരിയായ അവളുടെ ഡയറി നഷ്ടപ്പെട്ടത് അവളുടെ ജീവിതത്തിലേറ്റ തീർത്താൽ തീരാത്ത നൊമ്പരമായി. ആരോ മരണപ്പെട്ടതുപോലെ അത്രയും ദുഃഖം ആ ഡയറിയുടെ പേരിൽ അവൾ അനുഭവിച്ചു. ദിവസങ്ങൾക്ക് ശേഷം ആ ഡയറി ലഭിച്ച ശരൺ എന്ന ചെറുപ്പക്കാരൻ അത് അവൾക്ക് തിരിച്ചു കൊടുത്തു. നന്ദി പറഞ്ഞ് പിരിയുന്നതിലപ്പുറം അയാളുമായി എന്തെങ്കിലും ബന്ധമുണ്ടാക്കാൻ അവൾ ആഗ്രഹിച്ചില്ല. പക്ഷെ തുടർന്നുള്ള ദിവസങ്ങളിൽ എന്നും സംസാരിക്കാനും ചായ കുടിക്കാനും ഒക്കെ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ശരൺ വന്നുകൊണ്ടേയിരുന്നു. അവസാനം അതിഥി അവൻ്റെ സ്നേഹത്തിലും കരുതലിലും തണലിലും തുരുത്ത് കണ്ടെത്താൻ ശ്രമിച്ചത് തികച്ചും സ്വാഭാവികമാണ്. അവൻ്റെ ചേർത്ത് പിടിക്കലിൽ ആശ്വാസം കൊണ്ടു. അവനോടൊപ്പമുള്ള യാത്രകളിൽ ആഹ്ലാദിച്ചു. അവളുടെ ഹോസ്റ്റലിലെ ദേവികയ്ക്കുണ്ടായ ഒരു പ്രശ്നത്തിൽ അവൾ ഇടപെട്ടു. ഒരു ചേച്ചിയെപ്പോലെ ഉപദേശങ്ങൾ കൊടുത്തു. ഫിസിക്കൽ റിലേഷൻഷിപ്പിന് നിർബന്ധിക്കുന്ന, നടു റോഡിലിട്ട് മുഖത്തടിക്കുന്ന അമൽ എന്ന പയ്യൻ്റെ പ്രകൃതം ദേവികയ്ക്ക് മടുത്തു തുടങ്ങിയിരുന്നു. അതിഥിയാണ് ധൈര്യം കൊടുത്ത് ദേവികയ്ക്കൊപ്പം നിന്നത്. വളരെ പണ്ട് തനിക്കുണ്ടായ സമാനമായ അനുഭവത്തിൽ നിന്നും പാഠം പഠിച്ചവളാണ് അതിഥി. ആദ്യമായി തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ പയ്യനോട് തോന്നിയ അനുരാഗം മുളയിലെ നുള്ളിക്കളയേണ്ടി വന്ന അതിഥി തൻ്റെ മുഖത്ത് ആസിഡൊഴിക്കുമെന്ന ഭീഷണിയിൽ പേടിച്ചാണ് കോളേജ് പഠനം പൂർത്തിയാക്കിയത്. അന്ന് ഒപ്പം നിന്ന സുഹൃത്തായിരുന്നു ലയ. ഇന്നും ആ സുഹൃത്തു തന്നെയാണ് അവളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി. ഇപ്പോൾ ഡൽഹിയിൽ ജോലിയുമൊക്കെയായി കുടുംബമായി കഴിയുന്നു. പണ്ട് വീടിനടുത്തുള്ള ചേച്ചിയോടും ചേട്ടനോടുമൊപ്പം ഡ്രസ്സ് വാങ്ങാൻ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയപ്പോൾ ആ ചേട്ടനിൽ നിന്നും അവിടെ വെച്ചുണ്ടായ ഒരു അനുഭവം അതിഥിയെ നടുക്കി. താൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു മാന്യൻ ഇത്ര അധമനോ എന്ന ചിന്ത അവളെ വല്ലാതെ മതിച്ചു. വിവരം വീട്ടിൽ പറഞ്ഞെങ്കിലും അടുത്തുള്ളവരാണ്, വിളിച്ചാൽ ഓടി വരേണ്ടവരാണ് എന്നൊക്കെ പറഞ്ഞ് അമ്മ അത് നിസ്സാരവൽക്കരിച്ചു. പക്ഷേ ഇന്നത്തെ രക്ഷിതാക്കൾ ഇത്തരമൊരു അനുഭവം തൻ്റെ മക്കൾക്കുണ്ടായി എന്നറിഞ്ഞാൽ തീർച്ചയായും ഇടപെടും. സ്വന്തക്കാരായാലും ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും അയൽപ്പക്കക്കാരായാലും ചോദിക്കുമെന്നതിന് സംശയമില്ല. പക്ഷേ അതിഥിയുടെ വീട്ടുകാരിൽ നിന്നുണ്ടായ അനുഭവം വ്യത്യസ്തമായിരുന്നു. പൊതുവെ ചില രക്ഷിതാക്കൾ മക്കളിടുന്ന ഡ്രസ്സ്, പഠിക്കേണ്ട കോഴ്സ്, വിവാഹം കഴിക്കേണ്ട പയ്യൻ തുടങ്ങി എല്ലാ കാര്യത്തിലും സ്വന്തം താല്പര്യം മക്കളിൽ നിക്ഷേപിക്കാൻ കഠിനമായി പരിശ്രമിക്കും. മക്കളുടെ മനസ്സ് കാണാൻ നിൽക്കാത്ത കൂട്ടത്തിലുള്ളവരായിരുന്നു അതിഥിയുടെ അച്ഛനും അമ്മയും. ഇത്തരമൊക്കെയുള്ള അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഒരാളോടും വല്ലാതെ ഒരു അടുപ്പം കാണിക്കാൻ അവൾ ശ്രമിച്ചില്ല. പരമാവധി തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടി. ബാംഗ്ലൂരിലുള്ള ദാസങ്കളിൻ്റെ ഫോൺ വിളികളിലും അവൾ അപാകത കണ്ടു. നട്ടപ്പാതിരയ്ക്കുള്ള ഫോൺ വിളികൾ അരോചകമായിരുന്നു. ജീവിതത്തിലുടനീളം അതിഥി പുലർത്തിയിരുന്ന നിസ്സംഗത, വീട്ടുകാരോടും ബന്ധുക്കളോടുമുള്ള അകൽച്ച, പ്രണയം കൺകെട്ട് കളിയാണെന്ന വിശ്വാസത്തിൽ അതിൽ നിന്നുള്ള ഒളിച്ചോട്ടം, എല്ലാറ്റിൻ്റെയും അടിസ്ഥാന കാരണങ്ങൾ ഇതൊക്കെയായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാകും. അതിഥിയുടെ അമ്മാവൻ്റെ മകൻ കണ്ണൻ്റെ
ഒരു ഗേ റിലേഷൻഷിപ്പിനെ പിന്താങ്ങിയതിൻ്റെ പേരിൽ അടിയും ഇടിയും വീട്ടുതടങ്കലുമൊക്കെ അതിഥി അനുഭവിക്കേണ്ടി വന്നു. എന്നിട്ടും അവൾ തളർന്നില്ല. കുറച്ചു നാളുകൾക്ക് ശേഷം ബാംഗ്ലൂരിലെത്തിയ അതിഥിക്ക് ശരണിനെ കാണാനായില്ല. അബുദാബിയിലുള്ള തൻ്റെ ബന്ധുക്കളുടെ അടുത്തേക്ക് കുറച്ചു നാളത്തെ ലീവിൽ പോവുകയാണെന്ന മെസ്സേജ് മാത്രം കിട്ടി. ദിവസങ്ങളേറെ കഴിഞ്ഞിട്ടും തിരിച്ചെത്താത്തതിൻ്റെ കാരണമറിയാൻ അവൾ അവൻ്റെ സുഹൃത്തുക്കളായ അഖിലിനെയും സാമിനെയും സന്ദർശിച്ചു. അപ്പോഴാണ് അവൾ ആ സത്യം അറിഞ്ഞത്. ശരണിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. ഇനി അവൻ ഇങ്ങോട്ടില്ല. അശനിപാതം പോലെ കേട്ട വാർത്തയിൽ അവളുടെ ബോധം മങ്ങി. ബാംഗ്ലൂരിലെ ദാസങ്ങളിൻ്റെ വീട്ടിലെത്തിയെങ്കിലും ആൻറ്റി അവിടെ ഇല്ലായിരുന്നു. ശാലു പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. കുറച്ചു സമയം റെസ്റ്റ് എടുക്കാനാണെന്നും പറഞ്ഞ് അവൾ അകത്തേക്ക് പോയി. ആൻറ്റി സ്ഥിരമായി കഴിക്കുന്ന സ്ലീപ്പിംഗ് പിൽസ് എടുത്ത് ഓവർഡോസ് കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ആൻറ്റിയും ശാലുവും സമയത്തെത്തിയതിനാൽ ജീവൻ രക്ഷപ്പെട്ടു. അവർ വിവരം അറിയിച്ചതിനാൽ ലയയും എത്തി. കൂടെ തന്നെ നിന്നു. ആത്മഹത്യ ചെയ്യുന്നവരെല്ലാം വിഡ്ഢികളല്ല, മറിച്ച് താൻ വഞ്ചിക്കപ്പെട്ടു എന്ന പൂർണ്ണമായ തിരിച്ചറിവുണ്ടാവുകയും തനിക്ക് ചുറ്റും സംഭവിച്ചതിനെപ്പറ്റി കൃത്യമായ ബോധ്യമുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതെന്ന അതിഥിയുടെ ആത്മഹത്യാക്കുറിപ്പ് നമ്മളെ ചിന്തിപ്പിക്കും. ബാംഗ്ലൂരിലെ ഓഫീസിൽ തുടരാനാകില്ലെന്ന് അവൾ നിശ്ചയിച്ചു. ഓഫീസിലെ സുഹൃത്തായ ആദി ജോലി റിസൈൻ ചെയ്ത് താൻ ആഗ്രഹിച്ച സിനിമാ ലോകത്തേക്ക് പോകാൻ തയ്യാറായി. ബാംഗ്ലൂരിലെ ആൻറ്റി അങ്കിളുമായി ഡിവോഴ്സിൻ്റെ വക്കിലെത്തുകയും തനിക്ക് ലഭിച്ച ജോലി ഏറ്റെടുക്കാനായി നാട്ടിലേക്ക് പോകാനും തീരുമാനിച്ചു. കൽക്കത്തയിൽ നിന്നും അതിഥിക്ക് ഒരു ജോബ് ഓഫർ കിട്ടിയപ്പോൾ അവൾക്കത് ദുഃഖകരങ്ങളായ ഓർമ്മകളിൽ നിന്നുള്ള മോചനമായി. ഒരാളെ വെറുത്തുകൊണ്ട് അയാളെ മറക്കാൻ പറ്റില്ല. സ്നേഹിച്ചുകൊണ്ടോ സ്നേഹത്തിൻ്റെ പേരിൽ മാപ്പ് നൽകിക്കൊണ്ടോ നമുക്കൊരാളെ മറക്കാം എന്ന കണ്ടെത്തൽ എടുത്തു പറയേണ്ടതാണ്. എല്ലാവരോടും യാത്ര പറഞ്ഞ് നിറയുന്ന മിഴികൾ ഒളിപ്പിച്ച് കൽക്കത്തയ്ക്ക് ട്രെയിൻ കയറുന്ന അതിഥിയെ കാണുമ്പോൾ വല്ലാത്തൊരു നൊമ്പരം വായനക്കാരന് അനുഭവപ്പെട്ടേക്കാം. എന്നാൽ യാത്രക്കിടയിൽ ബാഗിൽ നിന്നും ഡയറി എടുത്ത് എഴുതാനിരിക്കുമ്പോൾ ആശ്വാസത്തിൻ്റെ ഒരു ഇളങ്കാറ്റ് അതിഥിയുടെ മുഖത്തു കാണാം. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് തുടങ്ങുന്ന ഡയറി കുറിപ്പ് വായനക്കാരുടെ മനസ്സിലും ആശ്വാസത്തിൻ്റെ കിരണങ്ങൾ തെളിയിക്കും. ആരെയോ പ്രതീക്ഷിച്ച് കാത്തിരുന്ന ആളല്ല ഇന്ന് അതിഥി. അവളുടെ മുന്നിലേക്കെത്തിയ നിഴലുകളൊക്കെ മാഞ്ഞുപോയിരിക്കുന്നു. ഒരു തിരിച്ചറിവിൻ്റെ വെളിച്ചം അവളുടെ മുന്നിലേക്ക് തുറക്കപ്പെടുന്നു. ആ വെളിച്ചത്തിലേക്ക് ധൈര്യപൂർവ്വം നടന്നു കയറാനുള്ള ഒരു ആർജവം അതിഥി കാഴ്ചവെക്കുന്നിടത്താണ് ഈ നോവലിൻ്റെ വിജയമെന്ന് പറയാം. പല വീടുകളിലും സംഭവിക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന നിലയിൽ അതിഥി അനുഭവിച്ചു കഴിഞ്ഞതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ സംഭവങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ദീപ്തമാക്കാൻ നോവലിസ്റ്റിന് സാധിച്ചിട്ടുണ്ട്. തന്നെ സദാസമയവും ശാരീരികമായും മാനസികമായും സ്നേഹത്തിന്റെ പേരിൽ ഉപദ്രവിച്ച അമലിനെ തള്ളിക്കളഞ്ഞ് ദേവിക അവളുടെ സ്വാതന്ത്ര്യം വീണ്ടെടുത്തു. ഇനിയുള്ള കാലം തനിക്ക് കിട്ടിയ ജോലിയും സ്വീകരിച്ച് തന്റെ മകളോടൊപ്പം നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിച്ച ആന്റി അത്ര നാൾ അനുഭവിച്ച പീഡനങ്ങളിൽ നിന്നും മുക്തയാവുകയാണ് ചെയ്തത്. ഒരു നിലനിൽപ്പിനായി പൊരുതുന്ന ഒരു സ്ത്രീയുടെ വിജയം തന്നെയാണത്. ആരും ആരുടെയും അടിമയല്ല. എല്ലാവർക്കും അവരവരുടേതായ അന്തസ്സുണ്ട്, അഭിമാനമുണ്ട്. സ്നേഹത്തിന്റെ പേരിലായാലും അല്ലെങ്കിൽ മറ്റെന്തിന്റെ പേരിലായാലും പുരുഷന്റെ ആട്ടും തുപ്പും ആക്രമണവും ഏറ്റ് മിണ്ടാപ്രാണിയായി കഴിഞ്ഞ സ്ത്രീകളുടെ ആ ഒരു കാലഘട്ടം എന്നോ കഴിഞ്ഞിരിക്കുന്നു. പെൺകുട്ടികളെ സ്വന്തം കാലിൽ നിൽക്കാനാണ് മാതാപിതാക്കൾ പഠിപ്പിക്കേണ്ടത്. സ്വന്തം കാലിൽ നിൽക്കുന്ന സ്ത്രീകൾ അങ്ങനെയങ്ങ് ചവിട്ടി അരയ്ക്കപ്പെടുകയില്ല. അതിനുള്ള ഒരു പ്രചോദനമാകട്ടെ ഈ നോവൽ. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന ഈ നോവൽ വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കാൻ ശ്രമിക്കുക. ഒരു മനോഹരമായ ഒരു ലേ ഔട്ടോടുകൂടി ഒരു കാർട്ടൂൺ കഥാപാത്രം പോലെ തോന്നിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ചുറ്റും നിറയെ ഓർക്കിഡ് പൂക്കളുമായി ഒരു മുഖചിത്രമാണ് ഇതിനുള്ളത്. മാൻകൈൻഡ് ലിറ്ററേച്ചറാണ് ഇതിന്റെ പ്രസാധകർ. വീണ്ടും മറ്റൊരു പുസ്തകവുമായി കാണാമെന്ന പ്രതീക്ഷയോടെ വിടാം.